കെന്നഡി ചാക്കോ, പത്തനംതിട്ട. ഇന്നത്തെ നമ്മുടെ വിഷയം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു അതിരുവിട്ട പ്രവർത്തനം സംബന്ധിച്ചുള്ള വിഷയമാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ന് മൊത്തം 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ 941, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ജില്ലാ പഞ്ചായത്തുകൾ 14, മുനിസിപ്പാലിറ്റി 87. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്ക് വിവരങ്ങൾ. ഞാൻ നമ്മുടെ കേരളത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ അനാഥാലയങ്ങൾ, ബെഗർ ഹോമുകൾ, ഓൾഡ് ഏജ് ഹോമുകൾ, ഇവയൊക്കെ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു ലിസ്റ്റ് എടുക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോഴാണ് ഞാൻ ഓർഫനേജ് കൺട്രോൾ ബോർഡിലേക്ക് ഒരു വിവരാവകാശം വെച്ചു. നമ്മുടെ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അവിടുന്ന് കിട്ടിയ എനിക്ക് മറുപടി അതിവിടെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ്. നാളെ ഇന്ന് വരെ അതിന് മറുപടി തന്നിട്ടുമില്ല. അപ്പീൽ കൊടുത്തിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷണർക്ക് പരാതി അയച്ചിട്ടുമുണ്ട്. മുന്നോട്ട് അത് നീങ്ങിയിട്ടില്ല. രണ്ടാമതായിട്ട് ഞാൻ ചെയ്ത വിവരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഡയറക്ടറേറ്റിലേക്ക് ഒരു വിവരാവകാശം നൽകി. അപ്പോൾ അതിൽ ആ വിവരാവകാശ അപേക്ഷ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലാ പഞ്ചായത്ത് ഓഫീസുകളിലേക്കും കൈമാറുകയും ജില്ലാ പഞ്ചായത്ത് ഓഫീസുകൾ അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ മൊത്തം 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനത്ത് എനിക്ക് ഏതാണ്ട് 700-800 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് മറുപടി നാളെ ഇന്ന് വരെ ലഭിച്ചിട്ടുള്ളത്. അതിൽ വിചിത്രമായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 13 ജില്ലകളിലെയും ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് അത് ഓരോ ഓഫീസുകളിലേക്ക് അയച്ചു വിട്ടുവെങ്കിലും കൊല്ലം ജില്ലാ ഓഫീസർക്ക് അതങ്ങോട്ട് അയച്ചു വിടുവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ അറിയുകയുണ്ടായി. അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്കത് വിവരാവകാശ നിയമം 2005 വകുപ്പ് 6(3) പ്രകാരം വിവരം ലഭിക്കുന്ന ഓഫീസിലേക്ക് ഇത് കൈമാറുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടത്രേ. അത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്. വീണ്ടും ഞാൻ ഡയറക്ടറേറ്റിലേക്ക് അപ്പീൽ വെച്ചു. ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ നിന്നും എനിക്ക് മറുപടി ലഭിക്കണമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇങ്ങനെ ഒരു ആക്ഷേപകരമായ മറുപടി ലഭിച്ചു എന്നും പറഞ്ഞ് അപ്പീൽ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് കുറച്ച് മാത്രം മറുപടികൾ ലഭിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഇതേപോലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് സാധാരണ അറിഞ്ഞിരിക്കും, അവരുടെ അറിവോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതിനകത്ത് ഒരുപാട് കള്ളത്തരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതൊന്ന് തെളിവ് നമ്മുടെ കൈവശം വേണമല്ലോ. നമുക്ക് ചുമ്മാ ഒരു കാര്യം പറയുന്നതിൽ അർത്ഥമില്ല. തെളിവ് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ ഈ പഞ്ചായത്തുകളിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ നമുക്കറിയാം, പരിചയമുള്ള പഞ്ചായത്തുകളിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ആ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും നമുക്ക് കിട്ടിയ മറുപടി ബാധകമല്ല, ഇങ്ങനെ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള ഉത്തരങ്ങളാണ് വന്നത്. എന്താണെങ്കിലും നമുക്ക് 1994 പഞ്ചായത്ത് അല്ലെങ്കിൽ 1994 മുനിസിപ്പാലിറ്റി ആക്ട് ഒന്ന് പരിശോധിക്കാം. ആ ആക്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ആദ്യ ഭാഗം കുറച്ച് മാത്രം ഞാനൊന്ന് വായിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ 1994 കേരള പഞ്ചായത്ത് ആക്ട് അനുസരിച്ച് ഒരു പഞ്ചായത്ത് പരിധിയിൽ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളോ സേവന കേന്ദ്രങ്ങളോ ആരംഭിക്കുന്നതിന് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതിനെ പ്രധാനമായും ONC ലൈസൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആർക്കും എവിടെ വരുന്നും എന്തും വിവരം അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയുന്ന കാലത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറുപടി തന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് അപ്പീലുമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ സാധാരണ ഒരു പൗരൻ ഒരു 400-300 സ്ക്വയർ ഫീറ്റ് കെട്ട് ചെറിയ വീട് പാവപ്പെട്ട പണിയണമെങ്കിലും ആ പണിയുന്നതിന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിൻ്റെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അങ്ങനെ വീട് തന്നെ പണിഞ്ഞാൽ തന്നെ നമ്പർ ഇട്ട് കൊടുക്കുകയും ഇലക്ട്രിസിറ്റി ബന്ധമൊക്കെ കൊടുക്കുന്നതും കുടിവെള്ളം കൊടുക്കുന്നതും ഒക്കെ ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ 50, 25, 100, 150, 500 അല്ല 1000 ആളുകൾ പാർക്കുന്ന ഒരു സ്ഥാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അറിയില്ല, ബാധകമല്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് വെറും പുച്ഛത്തോടെ തള്ളുന്ന പഞ്ചായത്ത് അധികാരികളോടും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോടും ഈ വിവരം ഒന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇത് പറയുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ വിഷയം എന്താണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അറിഞ്ഞിരിക്കണം. ഏത് വർഷം അത് ആരംഭിച്ചു എന്ന് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ വിവരങ്ങളില്ല എങ്കിൽ കൃത്യമായിട്ട് ഇനിയെങ്കിലും ഇത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് അംഗീകാരം ലഭിക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നുമുള്ള ലൈസൻസ് അത്യന്താപേക്ഷിതമാണ്. അത് തന്നെയുമല്ല, പഴയ കാലത്തൊക്കെ ഇങ്ങനെ നിയമമില്ലായിരുന്ന സമയത്തും അതിൻ്റെ ഫോമിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നിട്ടുണ്ട്. തന്നെയുമല്ല, 4 വർഷങ്ങൾ കൂടുമ്പോൾ ഇപ്പോൾ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ അംഗീകാരം പുതുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് മുമ്പുള്ളത് കൊടുത്തില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ പുതിയതായിട്ട് ഈ 2000 മുതലെങ്കിലും ഇത് പുതുക്കിയവർ ഓരോരുത്തരും ഈ 2000 മുതൽ ഈ 2026 ഏതൊക്കെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ സ്ഥാപനങ്ങളെല്ലാം ഇത് പുതുക്കിയവരാണ്, 4 വർഷത്തിനിടയ്ക്ക് പുതുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് പുതുക്കിയപ്പോൾ പോലും ഈ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനോ അറിയാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. ഇതിൽ രണ്ടാമത്തെ വിഷയം, ഈ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് എനിക്ക് വന്ന 800ഓളം മറുപടിയിൽ 700 ചില്ലറ മറുപടിയിൽ ഏകദേശം 98% സ്ഥാപനങ്ങളിലെയും അവിടുത്തെ ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫോണുകളൊന്നും വർക്കിംഗ് അല്ല. ഇത് പഞ്ചായത്തിലെ സെക്രട്ടറിയോ അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരോ പഞ്ചായത്തെ പ്രസിഡന്റോ പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാരോ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരോ ആരും അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പണം അടയ്ക്കുന്നതല്ല ഈ ഫോൺ സാധാരണപ്പെട്ടവന് ആ പഞ്ചായത്തുമായിട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി ഓഫീസിലേക്ക് വരാനുണ്ട്, വന്നാലിപ്പോൾ അതിലുള്ള ആളുകൾ അവിടെ ഉണ്ടോ എന്താണെന്ന് അറിയുവാൻ ഒരു പെട്ടെന്നൊരു ആവശ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഈ ഫോൺ നമ്പറിൽ പോലും വിളിച്ചാൽ ഈ പഞ്ചായത്തുകളിൽ എടുക്കുന്നില്ല. ഫോണ് പ്രവർത്തനരഹിതമാണ്. അതോടൊപ്പം തന്നെ ഔദ്യോഗിക ഫോൺ നമ്പർ സെക്രട്ടറിമാർ കൊടുത്തിട്ടുണ്ട്. ഈ സെക്രട്ടറിമാരൊന്നും ഈ ഫോണ് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട എടുത്താൽ അവർ ഫോൺ അറ്റൻഡ് ചെയ്യുകയില്ല. അവരൊന്നീ കല്യാണത്തിന് പോയിരുന്നു, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഫംഗ്ഷനുകളിലായിരുന്നു, അല്ലെങ്കിൽ മീറ്റിങ്ങിലായിരുന്നു. ഇത് പറയുവാൻ വേണ്ടിയാണ് ആ ഫോൺ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ആരെ വേണമെങ്കിലും വിളിക്കാൻ അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മളെപ്പോലുള്ളവർ അവരെ വിളിക്കാൻ ഈ ഫോൺ ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഫോണ് അല്ലെങ്കിൽ ഈ ഫോൺ നമ്പർ നമ്മുടെ നികുതി പണത്തിലാണ് ബില്ലടയ്ക്കുന്നതും ഈ നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഫോൺ നമുക്ക് ഉപയോഗപ്രദമാകുന്ന അല്ലാത്ത തരത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും മീറ്റിങ്ങിലോ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അതേ ഓഫീസിലുള്ള ആരുടെയെങ്കിലും കൈവശം മാറി നമ്മൾ പൊതുജനങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. ഈ 2 വിഷയങ്ങൾ തൽക്കാലം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം, നമ്മുടെ കേരളത്തിൽ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതുശ്മശാനങ്ങളുണ്ട് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഏകദേശം 500-നടുത്ത് പൊതുശ്മശാനങ്ങൾ ഉണ്ട് എന്ന് മറുപടിയിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ വീണ്ടും അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കേരളത്തിൽ ഈ പൊതുശ്മശാനങ്ങളിൽ അനാഥരായിട്ടുള്ളവരുടെ എത്ര ഡെഡ് ബോഡികൾ ഈ 10 വർഷത്തിനുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചതിന് വളരെ വിചിത്രമായ ഉത്തരമാണ് ലഭിച്ചത്. ഒരു പഞ്ചായത്തുകളിലും അങ്ങനെ ഡെഡ് ബോഡികൾ അടക്കം ചെയ്തിട്ടില്ല. 7 മൃതദേഹങ്ങൾ മാത്രം ആലപ്പുഴ ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ അടക്കിയിട്ടുണ്ട്. ആ 7 പേര് മാത്രമേ അടക്കിയിട്ടുള്ളൂ. കേരളത്തിൽ അനാഥരായിട്ടുള്ളവർ ഈ 10 വർഷത്തിന് ആരും മരിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ പൊതുശ്മശാനങ്ങളിലാണ് അവരുടെ മൃതദേഹങ്ങൾ അടക്കേണ്ടത്. അതോടൊപ്പം തന്നെ എനിക്ക് അറിയാൻ വേണ്ടി ആഗ്രഹമുള്ളത് കൊണ്ട് 1-2 പോലീസ് സ്റ്റേഷനുകളിലും ഈ സ്ഥാപനങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ട പരിചയമുള്ള സ്ഥാപനങ്ങളുടെ അടുത്ത് തന്നെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഞാൻ വിവരാശം വെച്ചിട്ടുണ്ട്. വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനാഥരായിട്ടുള്ളവർ മരിച്ചാൽ അവരുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ തന്നെ ആ മൃതദേഹം പൊതുശ്മശാനത്തിന് അടക്കിയിരിക്കണം. അതിൻ്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അവിടെയും വെച്ചിട്ടുണ്ട്. അതുകൂടെ ലഭിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ കാര്യം ഇതിനെപ്പറ്റി പറയുന്നതായിരിക്കും. ഇന്ന് ഞാൻ പറയുന്ന പ്രധാന വിഷയം, നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ മാത്രം 10 വർഷത്തിനിടയ്ക്ക് മരിച്ചത് 1349 പേരാണ്. അപ്പോൾ ഈ 1349 പേര് മരണപ്പെട്ടതിൽ ആരുടെയും മൃതദേഹം അനാഥരായിട്ടുള്ളവരുടേതായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അഗതി മന്ദിരമാണ്. അഗതി മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ പാർക്കുന്നത് അനാഥരായിട്ടുള്ളവരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിവരാശം വെച്ചത്. അപ്പോൾ അവരുടെ പ്രദേശത്തുള്ള പഞ്ചായത്തുകാരും മുനിസിപ്പാലിറ്റിക്കാരും നമ്മളൊരു വിവരാശം വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് മറുപടി തരാൻ ഭയങ്കര പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് വേറെ രീതിയിൽ വിവരാശം വെച്ചപ്പോൾ അതിന് മറുപടി ഇപ്പോൾ കുറേശ്ശെ ലഭിക്കാൻ സാധ്യതയുള്ളിടത്തൊക്കെ വെച്ചപ്പോൾ കുറച്ചൊക്കെ ലഭിക്കുന്നുണ്ട്. ഒരിടത്തു നിന്ന് ലഭിച്ചത് കുറേ മൃതദേഹങ്ങൾ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അത് അവരുടെ പേരോ വിവരമോ ഒന്നും ഈ പഞ്ചായത്തിൽ സൂക്ഷിച്ചിട്ടില്ല. അത് തന്നെയുമല്ല, അവരെത്ര പേരെന്നത് കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തിയിട്ടുമില്ല. അനാഥരുടെ മൃതദേഹമാണ്, നിങ്ങൾ ഓർത്തോണം. അനാഥരുടെ മൃതദേഹം, ഒരാൾ അങ്ങനെ മരണപ്പെട്ടാൽ ആ മൃതദേഹം തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടാകും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പേരും കൊടുത്തിരിക്കും. ആ പേര് അവർ അനാഥരാണെന്ന് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ആ സർട്ടിഫിക്കറ്റും പ്രകാരം അടക്കം ചെയ്യുന്നത് പൊതുശ്മശാനത്തിലായിരിക്കണം നിർബന്ധം ഉണ്ടായിരിക്കെ ഇത് കേരളത്തിലുള്ള 7 ഡെഡ് ബോഡികൾ മാത്രമേ അടക്കം ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോലുള്ളവർക്ക് വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട്. അതുകൊണ്ട് ഈ 1, 2, 3 കാര്യങ്ങൾ ഞാൻ നമ്മളുടെ സഹജീവികളായ അവരറിയാതെയോ തെരുവിൽ ആകപ്പെട്ടു പോയ നമ്മൾ നല്ല ഭംഗി വാക്കായിട്ട് അനാഥർ നിന്ന് വിളിക്കുന്ന പാവങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ
തിന്ന് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് ഉള്ള കാര്യം, അതിൻ്റെ സത്യാവസ്ഥ മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശവശരീരങ്ങൾ വിറ്റ് ജീവിക്കുന്നവർ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ അവരുടെ പേര്, വിവരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ എല്ലാം പുറത്തു വരണം. അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ സർക്കാരിൽ തന്നെ നിയമമുണ്ട്. ഇപ്പോൾ വരും തലമുറകൾക്ക് ജീവിക്കുവാൻ വേണ്ടി ചികിത്സാ സൗകര്യത്തിന് വേണ്ടിയൊക്കെ മൃതദേഹങ്ങൾ ആവശ്യമുണ്ട്. അത് ഗവൺമെൻറ് നിയമമുണ്ട്. ആർക്കെങ്കിലും അവരുടെ സമരപ്രകാരം ഡെഡ് ബോഡികൾ നമുക്ക് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുവാൻ കഴിയും. അങ്ങനെയൊക്കെ നിയമങ്ങളും നല്ല നിയമങ്ങളും ഒക്കെ ഉള്ള ഈ കാലത്ത് ഇത്തരം മൃതദേഹങ്ങൾ കച്ചവടം നടത്തി ജീവിക്കുന്ന, അല്ലെങ്കിൽ കച്ചവടം നടത്തി തെറ്റായ ഒരു രീതിയിലേക്ക് പോകുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ കച്ചവടം മൃതദേഹങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇപ്പോൾ സമീപകാലത്ത് ഞാൻ നമ്മുടെ ആരോഗ്യ വകുപ്പിൽ ഒരു വിവരാശം വെച്ചിട്ടുണ്ട്. 10 വർഷക്കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും എത്ര മൃതദേഹങ്ങൾ എത്ര സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് നൽകി, അതിനുള്ള ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ജില്ലയിൽ തന്നെ എത്രയോ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് 12 മുതൽ 15 വരെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഡെഡ് ബോഡി ആവശ്യമാണ്. അപ്പോൾ ഈ ഡെഡ് ബോഡി 15 പേർക്ക് ഒരു ഡെഡ് ബോഡി ആവശ്യമുണ്ടെങ്കിൽ 500 കുട്ടികൾ പഠിക്കുമ്പോൾ എത്ര ഡെഡ് ബോഡി വേണം? ഈ 500 കുട്ടികൾ പഠിക്കുന്നതിന് ഇത്ര ഡെഡ് ബോഡികൾ അത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും മറ്റും ഞാൻ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ മറുപടികളും ഒക്കെ ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിനകത്തെല്ലാം നമ്മളൊരു പരാതിയൊക്കെ കൊടുക്കുമ്പോൾ അല്പം അന്വേഷണങ്ങൾ വൈകിപ്പോകുന്നതായിട്ടാണ് അറിയുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ അത്തരം വൈകിക്കൽ നല്ലതല്ല. കാലം മാറി. നമ്മളൊരു അപേക്ഷ കൊടുത്താൽ അത് വർഷങ്ങൾക്ക് ശേഷം അതിന് മറുപടി വന്നതിന് അതിന്മേലൊരു പരിഹാരമാകുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനത്തെ കാലമൊക്കെ അതൊന്നും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതോടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.